പാട്ട് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. അയന രണ്ടുപേര് പാട്ട് എഴുതിയിട്ട് അയന നമുക്കൊക്കെ പാടാൻ പറ്റിയത്, എനിക്കൊക്കെ പാടാൻ പറ്റിയത്. ഏഹ് എനിക്ക് പാടാൻ പറ്റിയ രണ്ട് വരി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്ന് മൂളി നോക്കാൻ പറ്റും. ഏഹ് കണ്ണീർ പാടം കൊയ്യും നേരം റബ്ബേ എന്നൊരു തേങ്ങൽ മുന്നീറാകും കൽബും കൊണ്ട് വന്നേ ഞാൻ നീരാവിൽ. भाभी और बच्चों कैसे? भाभी बच्चों का अच्छा है, वो बच्चा दोनों का थोड़ा तबीयत अच्छा नहीं था। अल्हम्दुलिल्लाह अभी थोड़ा सही हो गया। 2-3 दिन से दो एक हफ्ते के ऊपर से प्रॉब्लम था, लेकिन अभी ठीक हो गया। अभी नेक्स्ट मंडे से स्कूल में भेजेगा, अभी तक उस दिन तक नहीं भेजेगा। അവർ നിർബന്ധിക്കും, നമ്മൾ ഇല്ല 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 എന്ന് പറയണം. ശരിയത കേട്ടാ? പാട്ട് പാടാൻ എല്ലാരും പാട്ട് പാടാൻ എല്ലാരും പറയും. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയണം, ഇല്ല 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 എന്ന് പറയണമെന്ന്. ഏഹ് അത് വെയിറ്റ് ഉണ്ടാവാനല്ലേ? അത് എന്നോട് പറയണതാണ്. ആ. ശരിയാത്താടല്ല, എന്നോട് പറയണതാണത്. അത് ശരി. എല്ലാരും പറഞ്ഞാലും പാടരുത് അല്ലേ? ഞാൻ പാടരുത്. ഞാൻ പാടിയാല് അവരൊക്കെ പോകുന്നാണ് പറയണത്. സ്ലീപ്പ് വെല് ബേട്ടാ അങ്ങനെ എന്ന് പാടി പറയുന്നത്. പാടി പാടി പാടിയിട്ട് തെളിഞ്ഞിട്ട് അവര് കാണട്ടെ. ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാറുണ്ട്. ആ കവിതകളുടെ വരികളും നമുക്ക് പഠിച്ചിട്ട് പറഞ്ഞിട്ടൊന്നല്ല, ജസ്റ്റ് നമ്മളെ വായിൽ വരുന്ന പോലത്തെ ഞാനങ്ങനെ തന്നെ ടൂണുകളിലൂടെ. പാടിയിട്ടുണ്ട്. കേട്ട് 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 പഠിച്ചിട്ടാണ്. ഞാനത് സ്റ്റാറ്റസ് ഇടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യത്തേനെ സംബന്ധിച്ച് ഇപ്പോഴത്തേന് പെർഫെക്റ്റ് ഉണ്ടോന്ന് മറ്റുള്ളവർ കണ്ടിട്ട് പറയാൻ. അറിയാൻ വേണ്ടിട്ടാണെന്നല്ലേ? അതെ അതെ അതെ. ആ ഇപ്പൊ ഇന്ന് മാറ്റങ്ങൾ അറിയാം. പാടിയ പാട്ടുകളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ് കേട്ടാ. എല്ലാ പാട്ടുകളും ഒന്നും മോശം. കാരണം പാട്ട് പഠിക്കാത്ത നമ്മള് ഇത്രയും എത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതെല്ലാം സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ലാസ്റ്റ് പാടിയ പാട്ടില്ലേ, ആ ലാസ്റ്റ് പാടിയ പാട്ടിന്റെ താരാപഥത്തിന്റെ പല്ലവി ഒന്നും കൂടെ സെറ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാവും. ഞാൻ അനുപല്ലവിക്കാണ് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. അനുപല്ലവിയാണ് എനിക്ക് ശരിയാവാണ്ടി നേരത്, പാടാൻ അറിയാണ്ടി നേരത്. അത് ഞാൻ പഠിച്ചു നന്നായിട്ട്. അനുപല്ലവി അടിപൊളിയായിട്ട് പാടി. അത് നമ്മുടെ ബിജുകുമാർ പറഞ്ഞു കേട്ടില്ലേ, അനുപല്ലവി ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഞാൻ ആരും പാടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാന് ഒരു വെല്ലുവിളിയായിട്ട് എടുത്തിട്ട് അതുമ്മ കൂടുതൽ ട്രൈ ചെയ്യും. അതാണ് നമുക്കൊരു നെഗറ്റീവ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും തോറും നമ്മൾ അവരെ മുന്നില് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതുമ്മ കൂടുതൽ കോൺസെപ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റും. അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്യുന്നത് നല്ലതാണ് ഒരു കണക്കിന്. ആഗ്രഹവും പരിശ്രമം വേണോട്ടാ. അതെ, ചിലതെല്ലാം നമുക്ക് മാറ്റി നിർത്തേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുകയും ചെയ്യാം. അതൊക്കെ പിന്നെ നമുക്ക് ഇത് എന്നൊക്കെ പറഞ്ഞ നമ്മളുടെ ഹാപ്പിനെസ്സുകളല്ലേ കുറെയൊക്കെ. അപ്പൊ ആ സന്തോഷങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ കൊണ്ടുവിടാം. മറ്റൊരാൾക്ക് ദ്രോഹമാവാത്ത ഏത് കാര്യങ്ങളും നമ്മൾ ചെയ്യാന്നല്ലേ പറയും. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവരുത്, ദ്രോഹമാവരുത് എന്നുള്ളത് കാര്യങ്ങള് മറ്റൊരാളുടെ വിഷയങ്ങളല്ല. ഇതൊക്കെ നമ്മുടേതായ, അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നമ്മുടേതായ ഹാപ്പിനെസ്, നമ്മുടേതായ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ വേറെ ആരൊക്കെയുണ്ട്? താരാപഥം നന്നായി പാടി എന്ന് പറയുന്നുണ്ട് നമ്മുടെ നാദു. നാദു എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഒരു സുഹൃത്താണ്, നാദിർ ഷാ. നാദു എന്ന് വിളിക്കും ഞങ്ങള്. പിന്നെ വൈക്കമാണ്, ആലപ്പുഴയിലാണ് ഇപ്പൊ താമസം. പക്ഷെ പാട്ടുകാരൊക്കെ നന്നായി പാടുന്ന പാട്ടുകാരൊക്കെ കേട്ട് കഴിഞ്ഞ് ഓടിപ്പിക്കൂല്ലേ? അതിന് നന്നായി പാടുന്നവരാരും നമ്മളോടെ കൂടെ കേറിയിട്ടില്ലല്ലോ, നമ്മളോടൊപ്പം ഇല്ലല്ലോ. നമ്മളീ പാടുന്ന, നമ്മളീ കേൾക്കുന്ന, നമ്മളെ സഹിക്കുന്ന കുറച്ച് നല്ല, നമ്മളെ അറിയുന്ന കുറച്ച് സുഹൃത്തുക്കളല്ലേ ഉള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, നമ്മളെ അറിയുന്ന കുറച്ച് നല്ല സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ വറീഡാവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ 2 പാട്ട് ആഗ്രഹം കൊണ്ട് പോയിട്ട് സ്റ്റുഡിയോയിൽ പോയി പാടി, 2 പാട്ട്. അതേതാ പാട്ട്? അതൊന്ന് നീല നിലവേ എന്നിട്ടുള്ളത്. അതൊന്നും ഇവിടെ പാടാൻ പറ്റുമോ? നീല നിലവേ,
അതൊന്നും ഇവിടെ പാടാൻ ആ. പറ്റുമോ?